അബ്ദുല്ലാഹ്, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം വലിയ പ്രവർത്തനമല്ലേ? എന്റെ ഉമ്മയെ ചുമലിലേറ്റിയിട്ടാണ് ഞാൻ കഅബ തവാഫ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞ മറുപടി, നിന്റെ ഉമ്മ നിനക്ക് നൽകുന്ന ഒരു പുഞ്ചിരിക്ക് പോലും സമാനമായിട്ടില്ല നീ ചെയ്യുന്ന കാര്യം എന്നതാണ്. നിന്റെ ഉമ്മ നിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നിങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ ആ പുഞ്ചിരിക്ക് പോലും പ്രത്യുപകാരം ചെയ്തവനായി തീർന്നിട്ടില്ല എന്നതാണ് അദ്ദേഹം അതിനോട് തുലനപ്പെടുത്തി പറയുന്നത്. ഉമ്മ നൽകുന്ന സ്നേഹവാത്സല്യങ്ങൾക്ക് അപ്പൊ എത്രമാത്രം നമ്മളതിന് അവരോട് കടമയും കടപ്പാടും നിർവഹിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ചിന്തിക്കേണ്ടത്, ഇന്നിന്റെ സമൂഹം പലപ്പോഴും ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇഷ്ടപ്പെടുക, അവരുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുക, അവരുടെ കൂടെ ജീവിക്കുക എന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയായി മാറുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സംഭവം, മഹാനായ അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വലിയ പാപം ഏതാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പാപം. അല്ലാഹുവല്ലാത്ത സൃഷ്ടികളെയോ വ്യക്തികളെയോ മറ്റുള്ളവയെ വിളിച്ചു പ്രാർത്ഥിക്കുകയോ സഹായാഭ്യർത്ഥന നടത്തുകയോ അവരോട് ആദികളും വ്യാധികളും സങ്കീർണതകളും ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പറയുക, നേർച്ചകളും വഴിപാടുകളും ഒക്കെ മറ്റുള്ളവർക്ക് നൽകുക, ഇതൊക്കെ വലിയ തെറ്റാണ്, ഏറ്റവും വലിയ പാപമാണ്. രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നത് രണ്ടാമതായി ഏറ്റവും വലിയ പാപമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും ഗണിക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബിവര്യന്മാരും ഒക്കെ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി സന്നദ്ധരായി നിൽക്കുമ്പോൾ ഒരാൾ വന്ന് വലിയ താല്പര്യത്തോടു കൂടി, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കും അങ്ങയുടെ കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ അതിയായ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച്, നിനക്ക് നിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടോ? ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത്, നീ അവർക്ക് പോയിട്ട് സേവനം ചെയ്തു കൊടുക്കുക, അവരുടെ കൂടെ ജീവിക്കുക, അവർക്ക് വുളു എടുക്കേണ്ട സമയത്ത് വെള്ളം എടുത്തു കൊടുക്കുക, ഭക്ഷണം ആവശ്യമുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുക, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ജിഹാദിനേക്കാൾ വലിയ കാര്യമായി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അംർ ബിൻ ദർ എന്ന മഹാനായ പൂർവ്വ സൂരികളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ആരോടെങ്കിലും അവരുടെ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഉപ്പയ്ക്കൊഴിച്ചിട്ട് നിങ്ങളുടെ മോനെ കുറിച്ചോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവൻ വിളിക്കാറില്ല, ഞാൻ വിളിച്ചാലും ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ അവനെന്നെ പരിഗണിക്കാറില്ല എന്ന് കവശരായ എത്രയോ ആളുകൾ പറയും. എന്നാൽ മഹാനായ അംർ ബിൻ ദർറിനോട് അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് ചോദിച്ച ആളുകളോട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പകൽ സമയത്ത് എങ്ങോട്ടെങ്കിലും പോവുകയാണ് എങ്കിൽ എൻ്റെ മോൻ എൻ്റെ പിറകിലായിട്ടാണ് നടക്കുക. ഞാൻ രാത്രിയിൽ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മുന്നിലായിട്ടാണ് നടക്കുക. എപ്പോഴും എനിക്ക് സംരക്ഷണമേകുന്ന, എൻ്റെ പിറകിൽ എനിക്ക് കാവലായിട്ട്, മുന്നിൽ എനിക്ക് കാവലായിട്ട് അവൻ നടക്കും. ഞാനിരിക്കുന്ന ഒരു വീടിൻ്റെ മേൽക്കൂരയുടെ കീഴിലൂടെ പോകുന്നത് പോലും അവന് ഇഷ്ടമില്ല. അത്രമാത്രം അവനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പരിഗണിക്കുന്നു. താഴ്മയുള്ള വിനയാനിതനായ മകനെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ജീവിതത്തിലുള്ള ഈ ചരിത്ര സംഭവങ്ങളിൽ ഒരുപാട് പാഠവും അതുപോലെ തന്നെ വലിയ മാതൃകയും നമുക്ക് വായിച്ചെടുക്കാം. മഹാനായ സുഫിയാൻ ബിൻ ഉയൈന പൂർവ്വസൂരികളിൽപ്പെട്ട ഒരു സംഭവം അദ്ദേഹം എടുത്തു പറയുകയാണ്. ഒരാൾ യാത്ര കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ നമസ്കരിക്കുകയാണ്. നമസ്കരിക്കുന്ന സമയത്ത് മാതാവിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പ്രവേശിക്കാം വീട്ടിലേക്കെന്ന് കരുതി പുറത്തേക്ക് നിന്നു. മാതാവിന്റെ ശ്രദ്ധയിൽ തന്റെ മകൻ വന്നതായി ഉമ്മക്ക് ബോധ്യമായി. ഉമ്മ നമസ്കാരം എങ്ങനെ ദീർഘിപ്പിച്ചു. ഒരുപാട് സമയം വളരെ ക്ഷമാലുവായി ഉമ്മയുടെ നമസ്കാരം കഴിയാനായി കാത്തു നിൽക്കുകയും അങ്ങനെ നമസ്കാരം ദീർഘിപ്പിച്ച ആ ഉമ്മയുടെ സംഭവത്തിൽ
ആ ഉമ്മ അവസാനം പറഞ്ഞത് എൻ്റെ മോന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്. എന്ത്? എൻ്റെ മകൻ എന്നെ കാത്തു നിൽക്കുന്നു, അവൻ ക്ഷമാലുവായി നിൽക്കുന്നു, ഉമ്മയോടുള്ള സ്നേഹവാത്സല്യങ്ങളിൽ അവൻ ജീവിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു ക്ഷമാലുവായ ഒരു മകനായി അവൻ മാറുമ്പോൾ അവന് പ്രതിഫലം അധികരിക്കുമെന്നാണ് ആ മാതാവ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ചിന്തിക്കേണ്ട സംഗതി, ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മാതാപിതാക്കളിൽ നിന്ന് ആര് നമ്മെ അകറ്റിയാലും, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച് ആരൊക്കെ നമ്മോട് ആക്ഷേപങ്ങളും കുറ്റങ്ങളും കുറവുകളും അവരെക്കുറിച്ച് മോശമായ അവസ്ഥകളും പറഞ്ഞാൽ പോലും നമ്മുടെ ഉപ്പയും ഉമ്മയും അവരെ നമുക്ക് വേണ്ടവരാണ്, അവരെ വേദനിപ്പിക്കാവതല്ല. ആരുടെ വാക്കുകൾ കേട്ടിട്ടും ഒരിക്കലും പോലും അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ വിളിക്കുന്ന ഏതെങ്കിലും ഒരു ഫോൺ കോളുകളിൽ അവരുടെ മനസ്സിനെ വേദനിക്കുന്ന ഒരു വാക്ക് അവരുടെ മനസ്സിലേക്ക് സംഭവിക്കാൻ പാടില്ല. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഇബ്നു ജൗസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുന്ന് പറയിപ്പിച്ചൊരു നിർദ്ദേശം, പിതാവ് മകനെ അടിച്ചു കഴിഞ്ഞാൽ മകനൊരിക്കലും അതിനെ തടുക്കാൻ പാടില്ല എന്നതാണ്. ഉപ്പ മകനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഉപ്പയാണ് അടിച്ചത്,